ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സ്നാക്ക് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒരു സവോള മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് വരുന്ന ഉരുളക്കിഴങ്ങാണ്. 2 പച്ചമുളക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതേപോലെ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ 1/2 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർക്കേണ്ട, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിത് ബോൾസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോളാക്കി ഇടണം എന്നൊന്നുമില്ല, ജസ്റ്റ് കോരി ഇട്ട് കൊടുത്താലും മതിയാവും. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു സൈഡ് ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കൊന്നിത് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും കുക്ക് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ചോറൊക്കെയാണ്, അപ്പോൾ എന്തായാലും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളർ കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് ഇവിടെ തയ്യാറാണ്. അപ്പം നല്ല ക്രിസ്പിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.